എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു 2 ബ്ലൗസ് അടിക്കാനുള്ള ലൈനിങ് വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ലൈനിങ് വാങ്ങിക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ എവിടെയാണ് കേട്ടോ ലൈനിങ് വാങ്ങിക്കാൻ പോകുന്നത്? ഇതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലങ്ങളിൽ ഒന്ന് കൽപ്പാത്തി. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ കമൻ്റ് അടിക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷെ ആരും കമൻ്റ് അടിക്കുന്നില്ല. ഏട്ടാ, ഈ കൽപ്പാത്തിക്ക് എന്താ ഇത്ര പ്രത്യേകത? എന്താ പൊന്നാ, പാലക്കാട്ടിയായിട്ട് എനിക്കൊന്നും അറിയില്ലേ? ഏട്ടാ, എൻ്റെ നാട് പാലക്കാടാണെങ്കിലും എൻ്റെ വീട് കൊല്ലങ്കോടല്ലേ. കൊല്ലങ്കോടും കൽപ്പാത്തിയായിട്ട് ഒരുപാട് ദൂരമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്കല്ലേ അറിയുന്നത്. എന്നെപ്പോലെ കൽപ്പാത്തിയെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. കണ്ട പൊന്നാ, ഇതാണ് ലക്ഷ്മി നാരായണ പെരുമാൾ കോവിൽ. അതായത് എല്ലാവരും പറയും കൃഷ്ണൻ കോവിലാണെന്ന്, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇത് പെരുമാൾ കോവിലാണ്. ലക്ഷ്മി നാരായണ പെരുമാൾ. പിന്നില്ല പൊന്നാ, എന്നെ കാലത്ത് 5 മണിക്ക് എന്നെ ഓട്ടം വിളിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം എന്നൊക്കെ എന്നെ ഓട്ടം വിളിക്കും. അപ്പോൾ ഈ ഓട്ടം എടുത്തിട്ട് ഞാൻ വേണം പറഞ്ഞിട്ട്, അതായത് ഈ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചാത്തപ്പുരം ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ചാത്തപ്പുരം ചുറ്റി അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഓരോരോ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ വാശല തെളിച്ച് കോലമ്പോട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ വാശലിൽ വെള്ളം, അതായത് വാശൽ പറഞ്ഞു വെച്ചാൽ ഉമ്മറപ്പടി. ഈ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് കോലോടുന്നപ്പോൾ പാട്ടും കേൾക്കും. ആ പാട്ടാണ് ഷഷ്ടിയെ നോക്ക് ശരവണ. പിന്നെ ഇതാണ് കേട്ടാ നമ്മുടെ കുണ്ടമ്പലം പറയണത്. ഇതാ കേട്ടാ, ഇതാ കുണ്ടമ്പലവാ. ഇത് മഹാദേവ ക്ഷേത്രമല്ലേ? ഇതിന് കുണ്ടമ്പലം പറയോ? മഹാദേവ ക്ഷേത്രം പറഞ്ഞത് ശിവന്റെ ക്ഷേത്രമല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അതെ. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ പറയണതിന് പേരാണ് കുണ്ടമ്പലം പറയും. അപ്പൊ ഇതാണ് ഫ്രണ്ട് വശം? അല്ല, ഫ്രണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് ഫ്രണ്ട്. ഇതിപ്പോ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് കയറി വരുന്നത്. ഏട്ടാ, അവിടെ ഒരുപാട് ബൊമ്മകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇപ്പോൾ നവരാത്രി ആയില്ലേ, അപ്പോൾ അതിനാണ് ഈ ബൊമ്മകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ബൊമ്മക്കൊലു പറഞ്ഞു വെച്ചാൽ അറിയും എനിക്ക് എന്താണെന്ന്? എന്താണ് ഏട്ടാ ബൊമ്മക്കൊലുവാ? അതെന്താ? ഈ നവരാത്രി സമയത്ത് ഈ ബൊമ്മകളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് പൂജ കഴിക്കും. അതാണ് ബൊമ്മക്കൊലു പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും ഈ ബൊമ്മക്കുലു പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നവര് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. നവരാത്രിക്ക് വെക്കുന്നതാണെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾക്കും അറിയില്ല. ഇത് എനിക്കറിയില്ല. ഞാനിവിടെ കൽപ്പാത്തിയിൽ കുറച്ചായിട്ടുള്ളൂ, 6 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഈ ഏട്ടനിക്കും അറിയില്ല അതെന്താ സംഭവം എന്ന്. അറിയുന്നവര് ഒന്ന് കമന്റ് അടിക്കണേ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാ ദൈവവും ഉണ്ട്. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട് പൊന്നാ, പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെന്നേ ഉള്ളൂ. അതാ പറഞ്ഞ അറിയില്ലാത്തതാണ്. നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം. സംഭവം കണ്ട, ഇതാണ് കേട്ടാ കൽപ്പാത്തി തേര്. കേട്ടാ, ഇത്രയും നാൾ ഇങ്ങനെ വെച്ചിട്ടില്ലല്ലോ. എല്ലാവർക്കും കാണാനായിട്ട് വെച്ചതാന്ന് തോന്നണല്ലേ? ഇതാണ് കേട്ടാ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം. ഇവിടെ കാണുന്നതാണ് ഗണപതി ക്ഷേത്രം. ഓ, എന്തായാലും ഗണപതിനെ തൊഴുതിട്ട് വേണല്ലേ നമ്മൾ മഹാദേവന്റെ അവിടേക്ക് പോവേ. അതെ. പിന്നെ ആ കണ്ണാടിക്കുണ്ടിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? കൽപ്പാത്തി തേര് പറയും. അത് പണ്ടൊക്കെ എങ്ങനെയാണ് ഇത് പറഞ്ഞു വെച്ചാൽ, മറ്റേ മരത്തിൻ്റെ പെട്ടി കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ആർക്കും കാണാത്ത ഭാഗത്തിലായിരുന്നു ആദ്യം വെച്ചത്. ഇപ്പോഴാണ് കൽപ്പാത്തിക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ കാണുന്നത് കൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ണാടി പോലെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അതൊന്നും പൊടിയൊന്നും പിടിക്കണ്ടാവാന്നിട്ടായിരിക്കും അല്ലേ? പൊടിയൊന്നും പിടിക്കേണ്ടാവായിട്ട് തന്നെയാണ്. ഏട്ടാ, ഇവിടെയാണ് ഈ മറ്റേ പാട്ടൊക്കെ എടുത്തത്. സ്ഥലം കാണുമ്പോൾ അതുപോലെ ഉണ്ട്. മറ്റേ പുതിയ മുഖത്തിൽ അത് ഇവിടെയല്ല, പക്ഷെ കൽപ്പാത്തി എന്നാണ് അതിൽ പറയണത്. പക്ഷെ പുതിയ മുഖം സിനിമ എടുത്തത് ഇവിടെയല്ല, കൊടുന്തരപ്പള്ളി ഗ്രാമം പറയും. അതും ഇതുപോലെ ഗ്രാമം തന്നെയാണല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പാലക്കാട്ട് നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ പോകണം. കൊടുന്തരപ്പള്ളി പറയും. അവിടെയാണ് ശരിക്കും. ഇതുപോലെ ടാർ റോഡൊന്നുമല്ല, മണ്ണ് റോഡാണ്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ഇത് മന്തക്കര ഗണപതി ക്ഷേത്രം. ഇവിടെ എവിടെ നോക്കിയാലും ക്ഷേത്രം തന്നെയാണ്. നീ ഏത് മൂലയ്ക്ക് വന്നാലും ക്ഷേത്രം തന്നെയാണപ്പാ. എന്തായാലും ഇതിനകത്ത് വരുമ്പോൾ ഒരു സമാധാനമാണ് അല്ലേ ഏട്ടാ? ഇവിടെ അച്ചാറ് മാമി എന്ന് പറഞ്ഞിട്ട് ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാമിയില്ലേ, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൽപ്പാത്തിയിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ബ്രാഹ്മിൻസ് അല്ലേ, അപ്പോൾ അവരുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഈ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും നാളായിട്ട് എന്നെ ഒരേവിടെ പോലും ഏട്ടാ കൂട്ടിയിട്ടേ പോയിട്ടില്ലല്ലോ. അതെന്താ? ഈ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്? എനിക്ക് കൂടുതൽ നോൺ വെജിൽ ഇഷ്ടം എന്താ, ഇവിടെയാണ് കൽപ്പാത്തി, ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി പറയും. ഇവിടെ പോയി പറഞ്ഞു വെച്ചാൽ നല്ല സാമ്പാർ സാധവും
നല്ല രസവും നല്ല മോരും എല്ലാം കൂട്ടിയിട്ടുള്ള ഫുഡ് കിട്ടും അവിടെ. ഇതാ കണ്ട, ഇതാണ് കേട്ടോ ഐശ്വര്യ മെസ്സും. ഇതാ അവിടെ ഒരു കൽപ്പാത്തി സ്വീറ്റ്സും പറഞ്ഞിട്ട് 2 കടയുണ്ട്. 2 കടയിലും അടിപൊളി സ്വീറ്റ്സും നല്ല മുറുക്കും എന്താ പറയുക അച്ചപ്പം അത് പറഞ്ഞ പോലെ ഈ പൊതുവെ ബ്രാഹ്മിൺസൊക്കെ ഉണ്ടാക്കുന്ന ഫുഡില്ലേ സാധനങ്ങൾ അതൊക്കെ നന്നായി ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നീ ചോദിച്ചില്ലേ അച്ചാർ മമ്മീൻ്റെ, അതും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതാ ഈ പരിസരത്തായിട്ട് വരും. ഏട്ടാ ഇവിടെ വൈകിട്ട് വരുന്ന സമയത്തെ നല്ല എണ്ണക്കടികളും പിന്നെ കാളൻ അങ്ങനെയുള്ള സാധനമൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും അതുണ്ടാ? കുറേ ദിവസമായി എന്നെ കൂട്ടിയിട്ടേ വരുന്നില്ല. ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ട് കൂട്ടിയിട്ട് വരാം കേട്ടോ. ഇപ്പം നമുക്കേ നീ പറഞ്ഞില്ലേ വിയറ്റ്നാം കോളനി സിനിമ നീ പറഞ്ഞില്ലേ, അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊരു നല്ലൊരു ചായ കുടിച്ചാലോ? ചായയാ? ആ ഏട്ടാ, അല്ലെങ്കിലും എനിക്ക് ചായ കുടിക്കാൻ തോന്നി, പക്ഷെ ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വാ നമുക്ക് മണിയേട്ടൻ്റെ കടയിൽ പോയിട്ട് നല്ലൊരു ചായയും എന്താ കടിയുണ്ടെന്ന് നോക്കാം, അതും കൂടി നമുക്ക് കഴിക്കാം. ഓക്കെ. രാവിലെ കൽപ്പാത്തിക്ക് ഒരു ഓട്ടം ഉണ്ട് പറഞ്ഞു വെച്ചാൽ കൽപ്പാത്തി മണിയേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ മസ്റ്റാണ്. അടിപൊളി ചായയാണ് കേട്ടോ, അവിടെ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മണിയേട്ടൻ്റെ ചായക്കട. എന്ത് പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ചായ മാത്രം മതിയാ? എനിക്കൊരു ചായ മാത്രം മതി ഏട്ടാ. ആ ചേച്ചി ഇല്ല അവിടെ. ഏട്ടാ പതുക്കെ കഴിക്കുന്ന, അടയ്ക്കണ്ട ഉണ്ണിയപ്പം. ഈ ചായക്കടൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു മരമുണ്ട്. അതായത് എലന്തിപ്പഴം പറയും ഞങ്ങളുടെ അവിടെ. ഇനിയിപ്പോൾ എല്ലാവിടെയും എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഈ ചുവന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ വലിയൊരു കായായിട്ടുള്ളത്, അതിപ്പോൾ അധികം എവിടെയും കാണാറില്ല. നിങ്ങളുടെ അവിടെ എന്താ ഇതിനെ പറയാമെന്നൊന്ന് കമൻ്റ് അടിക്കണേ. ഏട്ടാ പോവാ? അതാ വരുന്നു കേട്ടോ, പോവാ. പിന്നെ നീ വിയറ്റ്നാം കോളനി സിനിമയെ കുറിച്ച് എന്തോ പറഞ്ഞില്ലേ? എവിടെയാണ് അത് എടുത്തതെന്നാ ചോദിച്ചത്. എവിടെയാണ് എടുത്തതെന്നല്ലേ? ഇവിടെയാണ് നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ വീട് കാണിച്ചു തരാം. അത് എത്താറായി. ഇപ്പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും പാട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ സിനിമയില് അതില് ആ വീട്ടു ജോലിക്ക് പോണ വീട് ഇതാണ് കേട്ടാ. ലാലേട്ടൻ്റെ അമ്മയല്ലേ? ആദ്യം വന്നിട്ട് ആ ഗേറ്റിന്റെ വന്നിട്ട് മീനിന്റെ ചിത്രമുള്ള ഗേറ്റ് ആയിരുന്നു ആദ്യം. എന്നിട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഗേറ്റ് വെച്ചിരിക്കുന്നവര്. ഏട്ടാ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തില്ല ഈ വീട് ഈ ഫ്ലാറ്റ് പണിയായിരുന്നു. എന്തായാലും ഇപ്പൊ വീഡിയോയിലൂടെ കാണുമ്പോഴാണ് ഞാൻ എത്ര വർഷമായി വന്നെന്നുള്ളത് അറിയുന്നത്. മനസ്സിലായ? 6 വർഷമായി. പിന്നെ ഇപ്പൊ നമ്മള് പോണത് എവിടേക്കാണ്? പോയിട്ട് വന്നു. ഇനിയിപ്പോ നമ്മുടെ ഫ്ലാറ്റ് എത്താറായി. ഫ്ലാറ്റ് അല്ല, നമ്മുടെ കടട്ടാ. ഫ്ലാറ്റ് എന്ന് പറയരുത്. ഞങ്ങളുടെ വീട് ഇതിനു മുമ്പ് കണ്ടവർക്കറിയാം ഞങ്ങളുടെ അവിടെ വെള്ളം കയറിയത്. ഈ തോട് കണ്ട, ഈ തോടുള്ളത് കാരണം കൊണ്ടാണ് പെട്ടെന്ന് ഷോപ്പിലേക്കൊക്കെ വെള്ളം കയറുന്നത്. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, അതായത് പൊന്നൂസ് കുടു എന്നുള്ള ടൈലർ ഷോപ്പ്. കട തുറക്കാൻ പോണോ? തൂക്കാൻ പറ്റാണ്ട് എൻ്റെ അമ്മ. ഇതാണ് നമ്മുടെ കട. ചേട്ടാ നമ്മുടെ വീട് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും അഭിപ്രായം പറയുന്നില്ല അല്ലേ? ഇപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. അഭിപ്രായം പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് അടിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.